കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വളരെ യാദൃശ്ചികമായിട്ടാണ് എഡ്മണ്ടണിൽ വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. ശരിക്കും ഞാൻ ഈ ദിവസങ്ങളിൽ കോതമംഗലം ചെറിയ പള്ളിയിലെ എൽദോമാർ ബാസിലിയോസ് ബാവായുടെ പെരുന്നാളിൽ സംബന്ധിക്കേണ്ടതാണ്. മാത്രവുമല്ല, കോതമംഗലം മേഖലയുടെ മെത്രാപ്പോലിത്ത എന്നുള്ള നിലയിൽ ശ്രേഷ്ഠ കാതോലിക്ക ബാവായെ സഹായിക്കുന്ന ഒരു ചുമതലയും എനിക്കുണ്ട് എന്നുള്ളതുകൊണ്ട് അവിടെ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളത് അത്ര സുഖകരമായ ഒരു കാര്യമല്ല. എന്നാൽ ശ്രേഷ്ഠ ബാവായുമായി ടെലിഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ എഡ്മണ്ടണിലെയും കാൽഗറിയിലെയും ആളുകളെ പരിഗണിച്ചും പുതിയതായി തുടങ്ങിയ കോൺഗ്രിഗേഷൻസ് എന്നുള്ള നിലയിലും എന്നോട് ഇവിടെ വരുവാനും നിങ്ങളോടൊപ്പം ആയിരിക്കാനും ശ്രേഷ്ഠ ബാവ തിരുമേനി കൽപ്പിച്ച് അനുവദിച്ചതിൻ്റെ പശ്ചാത്തലത്തിലും കൂടിയാണ് 28-ാം തീയതി നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള എൻ്റെ പ്രോഗ്രാംസൊക്കെ മാറ്റിവെച്ചത്. എന്നാൽ അതിൻ്റെ എല്ലാം പിന്നിലുള്ള പ്രേരണയും ശക്തിയുമൊക്കെ ബഹുമാനപ്പെട്ട പ്രിൻസച്ചൻ്റേതാണ് എന്നുള്ളത് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ഇതുപോലെ തന്നെ മറ്റൊരവസരത്തിൽ ഞാൻ കാനഡയിൽ വന്നപ്പോഴാണ് അച്ഛൻ ടൊറൻഡോയിൽ തുടങ്ങിയ പുതിയ പള്ളിയിൽ ആദ്യമായി ചെന്ന് അവിടെ ആരാധന അർപ്പിക്കുവാൻ സാധിച്ചത്. നമ്മുടെ എഡ്മണ്ടണിലെ ഈ ഇടവക തുടങ്ങിയിട്ട് അധികം നാളുകളൊന്നും ആയിട്ടില്ല എങ്കിൽ കൂടി ഒരു മെത്രാപ്പോലിത്തായുടെ പ്രസൻസ് ഇവിടെ ഈ ഇടവക എന്നുള്ള നിലയിൽ ഉണ്ടാകുന്നത് ആദ്യമായിട്ടാണ്. ഈ ഭദ്രാസനത്തിൻ്റെ ചുമതലയുള്ള അഭിനന്ദ പിതാവായ എൽദോസ് മാർ തീത്തോസ് തിരുമേനി ഏതാനും നാളുകൾക്ക് മുമ്പ് ഇവിടെ വരികയും ഇവിടെയുള്ള സുറിയാനി സഭയിലെ പരിശുദ്ധ സിംഹാസനത്തിന് കീഴിലുള്ള ദൈവമക്കളുമായി ഒരുമിച്ച് ചേരുകയും പ്രാർത്ഥനാ യോഗങ്ങൾ ഒക്കെ കൂടുകയും അദ്ദേഹത്തിൻ്റെ കൽപ്പനയനുസരിച്ചും നിർദ്ദേശപ്രകാരവുമൊക്കെയാണ് പുതിയ ഇടവക ഇവിടെ തുടങ്ങാൻ സാധിച്ചത്. അങ്ങനെ ഒരു മഹത്തായ സംരംഭം തുടങ്ങാൻ നിങ്ങൾ തീരുമാനിച്ചപ്പോൾ അതിന് നേതൃത്വം കൊടുക്കുവാൻ ബഹുമാനപ്പെട്ട പ്രിൻസച്ചനെ കിട്ടി എന്നുള്ളത് നിങ്ങളുടെ ഭാഗ്യമായി ഞാൻ കരുതുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഇവിടെയുള്ള ശുശ്രൂഷ കാലഘട്ടം യാക്കോബായ സുറിയാനി സഭയ്ക്ക് മാത്രമല്ല, ഇവിടെയുള്ള എല്ലാ മലയാളി കോൺഗ്രിഗേഷനും എല്ലാ അർത്ഥത്തിലും കൂടുതൽ സഹായകരമായ ശുശ്രൂഷ ചെയ്യുവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു ഓർഡൈൻഡ് മിനിസ്റ്റർ എന്നുള്ളതിൽ കൂടുതലായി ആളുകളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലുന്നതിനും അവിടെ യാക്കോബായക്കാരനെന്നോ ഓർത്തഡോക്സുകാരനെന്നോ മാർത്തോമാക്കാരനെന്നോ പെന്തക്കോസ്തുകാരനെന്നോ പ്രൊട്ടസ്റ്റന്റുകാരനെന്നൊരു വ്യത്യാസമില്ലാതെ മനുഷ്യൻ അവൻ്റെ ആവശ്യം, അവൻ്റെ വേദന, അതിന് രൂപമോ ഭാവമോ കളറോ ഒന്നും അല്ലെങ്കിൽ വിഭാഗീയതയോ ഒന്നും ഒരു വിഷയമാകില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു തുറന്ന മനസ്സുള്ള ഒരു ബഹുമാനപ്പെട്ട അച്ഛനാണ് പ്രിൻസ് അച്ഛൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹകരമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി അച്ഛനുമായുള്ള ബന്ധം അച്ഛനോട് പറഞ്ഞു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൊച്ചി ഭദ്രാസനക്കാരനാണ് ബഹുമാനപ്പെട്ട അച്ഛൻ. അദ്ദേഹത്തിനെ വൈദിക സ്ഥാനത്തേക്ക് ഉയർത്തുന്നതുമൊക്കെ ബലഹീനനായ ഞാനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മീയ പിതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ശാരീരികമായ ബലഹീനതകളും കുറവുകളും എല്ലാം അവഗണിച്ച് അദ്ദേഹം കാനഡയിൽ നടത്തിവരുന്ന ശുശ്രൂഷ നിശ്ചയമായിട്ടും വളരെ അപ്രീഷ്യബിളാണ്. So I take this opportunity to congratulate Reverend Father Prince Mukanotil, and also I pray to God Almighty to shower him the choicest blessings to continue his ministry in this land, so that our community and also other Christian communities will be enriched and filled with the faith and trust in our Lord Jesus Christ. അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിശുദ്ധനായ എൽദോമാർ ബാസിലിയോസ് ബാവായുടെ ഓർമ്മ പെരുന്നാളാണ് ഇന്ന്. ഒരു ഇടവക ആയി രൂപപ്പെട്ടതിന് ശേഷമുള്ള ആദ്യത്തെ പെരുന്നാൾ.
സംബന്ധിച്ചിടത്തോളം ഒക്കെ പെരുന്നാൾ എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിലെ വലിയ അനുഗ്രഹകരമായ സുന്ദരമായ ചില സന്ദർഭങ്ങളിൽ ഒന്നാണ്. നിങ്ങൾക്കറിയാം, കോതമംഗലം മേഖല ഈ ദിവസങ്ങളിൽ ഫെസ്റ്റിവൽ ഏരിയയായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് കോതമംഗലം ചെറിയ പള്ളി. സുറിയാനി സഭയുടെ എല്ലാ ശ്രേഷ്ഠതയും വിളിച്ചറിയിക്കുന്ന 2 ദൈവാലയങ്ങൾ അവിടെയുണ്ട്, ചെറിയ പള്ളി, വലിയ പള്ളി. 325 വർഷങ്ങൾക്ക് മുമ്പാണ് എൽദോമാർ ബാസേലിയോസ് ബാവ കോതമംഗലത്ത് വളരെ കഷ്ടപ്പാടും ത്യാഗവും സഹിച്ച് അദ്ദേഹം അവിടെ എഴുന്നള്ളി വരികയും. ചരിത്രം പരിശോധിക്കുമ്പോൾ കൂടുതൽ വ്യക്തതയൊന്നുമില്ല എങ്കിൽ കൂടിയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാവർക്കും കോതമംഗലത്ത് എത്തിപ്പെടുവാനായിട്ട് സാധിച്ചില്ല. യാത്രയിൽ വന്യമൃഗങ്ങളുടെയും എല്ലാം ക്രൂരമായ ആക്രമണത്തിന് വിധേയപ്പെടേണ്ടി വന്നു. അതുപോലെയുള്ള കൊള്ളക്കാരുടെയും കാട്ടുജാതിക്കാരുടെയും എല്ലാം ആക്രമണത്തിനുമെല്ലാം ഇരയായി എന്ന് ഒക്കെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സുറിയാനി സഭയുടെ പാരമ്പര്യവും ചരിത്രവും പരിശോധിക്കുമ്പോൾ നിശ്ചയമായിട്ടും സിറിയൻ കുടിയേറ്റത്തോടു കൂടിയാണ് അന്ത്യോക്യ സിംഹാസനവുമായിട്ടുള്ള ബന്ധം യഥാർത്ഥത്തിൽ കേരളത്തിലെ സഭയ്ക്ക് ഉണ്ടാകും. അതിനാർക്കും കോൺട്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. എന്നാൽ 4-ാം നൂറ്റാണ്ട് മുതൽക്കുള്ള സിറിയൻ കുടിയേറ്റത്തോടു കൂടി പരിശുദ്ധ സഭയുടെ ആരാധനയും അതിൻ്റെ പാരമ്പര്യങ്ങളും അതിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം സുറിയാനി സഭയുടെ അന്ത്യോക്യൻ ട്രഡീഷനുമായി ബന്ധപ്പെട്ടാണ് പോകുന്നത്. എന്നാൽ ഈ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ധാരാളം മാറ്റങ്ങൾക്കും ഒക്കെ വിധേയപ്പെടേണ്ടി വന്നിട്ടുണ്ട് സുറിയാനി സഭയ്ക്ക്. അതുകൊണ്ട് തന്നെയാണ് പറങ്കികളുടെ ആക്രമണം വലിയ ശക്തമായ നിലയിൽ സഭയ്ക്ക് അതിൻ്റെ എതിർപ്പുകളെല്ലാം നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഒത്തിരി പീഡനങ്ങളിലൂടെയും ത്യാഗത്തിലൂടെയുമാണ് സുറിയാനി സഭയുടെ ഇന്നത്തെ നിലനിൽപ്പും ഇന്നത്തെ വളർച്ചയും നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നത്. 325 വർഷം എന്ന് പറയുമ്പോൾ വളരെ നീണ്ട ഒരു കാലഘട്ടമാണ്. അതിനുമൊക്കെ വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് വടക്കൻ പറവൂർ പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന അബ്ദുൾ ജലീൽ ബാവ മലങ്കരയിൽ എഴുന്നള്ളി വരുന്നത്. അതൊരു ടേണിംഗ് പോയിന്റ് ആണ്. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് എല്ലാ കാലഘട്ടങ്ങളിലും സിറിയയിൽ നിന്നുള്ള പിതാക്കന്മാരുടെ സാന്നിധ്യം നാട്ടിൽ എപ്പോഴും നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ പിതാക്കന്മാരെല്ലാം പരിശുദ്ധ സിംഹാസനത്തിൽ നിന്നും സുറിയാനി സഭയ്ക്ക് പീഡനമേൽക്കേണ്ടി വരുമ്പോൾ, സുറിയാനി സഭയ്ക്ക് പിതാക്കന്മാരുടെ സാന്നിധ്യം അല്ലെങ്കിൽ അഭാവം ഉണ്ടാകുമ്പോൾ, അവരുടെ സാന്നിധ്യം ആവശ്യമായിട്ട് വരുമ്പോൾ എത്രമാത്രം ത്യാഗം സഹിച്ചും പീഡനം സഹിച്ചുമാണ് അവരെല്ലാം ദീർഘ യാത്ര ചെയ്ത് റോഡും യാത്രാ സൗകര്യങ്ങളും ഒന്നുമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിലേക്ക് എഴുന്നള്ളി വന്നത് എന്നുള്ളത് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നിശ്ചയമായിട്ടും ആ പശ്ചാത്തലത്തിലേക്ക് നമ്മൾ ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നടക്കുമ്പോൾ അവരൊക്കെ അനുഭവിച്ചതായ തീവ്രമായ വേദനകളും യാതനകളും കഷ്ടപ്പാടുകളും സഭാ മക്കളെ കരുതിയുള്ളതായ, സഭയുടെ വിശ്വാസത്തെ കരുതിയുള്ളതായ, സഭയുടെ പൈതൃകത്തെ കരുതിയുള്ളതായ അവരുടെ അടിസ്ഥാനപരമായ സമർപ്പണവും വിശ്വാസവുമാണ്. എന്നെ അനുഗമിക്കുവാൻ മനസ്സുള്ളവൻ തന്നെ ഉപേക്ഷിച്ചിട്ട് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരണമെന്ന് യഥാർത്ഥ ശിഷ്യത്വത്തെ കുറിച്ച് ക്രിസ്തു പറയുന്നു. അപ്പോസ്തലന്മാരുടെ ആദിമ സഭയിലൂടെയുള്ള അവരുടെ യാത്ര പരിശോധിച്ചാൽ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ സന്തോഷം ആദിമ ക്രൈസ്തവ സഭയുമായി പങ്കുവയ്ക്കുന്ന അപ്പോസ്തലന്മാരുടെ നിരന്തരമായ ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു. അത് മറ്റൊന്നുമായിരുന്നല്ല, യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനമായിരുന്നു പുതിയ നിയമസഭയുടെ പ്രസംഗങ്ങളുടെ പഠിപ്പിക്കലുകളുടെ അടിസ്ഥാനമെങ്കിൽ യേശുക്രിസ്തുവിന്റെ കുരിശുമരണം അനുഭവിപ്പാനും കഷ്ടതകൾ സ്വീകരിപ്പാനും ഉള്ള പ്രാർത്ഥന, നിരന്തരമായ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്ന ഒരു അപ്പോസ്തല സമൂഹമുണ്ട്. അവരുടെ എല്ലാം മരണവും അന്ത്യവും എല്ലാം തന്നെ വളരെ സാഹസികമായ, വളരെ നിഷ്ഠൂരമായ
പീഡനങ്ങൾക്കുമെല്ലാം വിധേയപ്പെട്ട് യേശു ക്രിസ്തുവിന് വേണ്ടി സ്വന്തം ജീവൻ പോലും മറുവിലയായി കൊടുക്കേണ്ടി വന്നിട്ടുള്ളവരാണ്. അങ്ങനെയുള്ള ഒരു അപ്പോസ്തലന്റെ നാമധേയത്തിലാണ് ഈ പരിശുദ്ധ ദൈവാലയം സ്ഥാപിതമായിരിക്കുന്നത്. പ്രിൻസത്തിന് അതേക്കുറിച്ചുള്ള റിസർച്ച് ഒക്കെ നടത്തിയിട്ടുണ്ട്. എരുവുകാരനായ ശീമോന്റെ, പരിശുദ്ധനായ ശീമോന്റെ പേരിലാണ് ഈ ദേവാലയം ഇവിടെ സ്ഥാപിതമായിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ വരവ് ഐഹികമായ ലോകത്തിലെ സകല തിന്മകളെയും ഉച്ചാടനം ചെയ്ത് ദൈവരാജ്യ സമമായ ഒരു രാജ്യം ഇവിടെ സ്ഥാപിക്കുമെന്നും അദ്ദേഹത്തെ, ആ രാജാവിനെയും രാജ്യത്വത്തെയും ആർക്കും തന്നെ തോൽപ്പിക്കുവാൻ സാധിക്കുകയില്ല എന്നും തീവ്രമായി വിശ്വസിച്ചിരുന്ന ഒരു പരിശുദ്ധനായിരുന്നു ശമൂൻ, പരിശുദ്ധനായ ശമൂൻ ശ്ലീഹ. അദ്ദേഹത്തിന്റെ നാമധേയത്തിലാണ് ഈ പരിശുദ്ധ ദേവാലയം സ്ഥാപിതമായിരിക്കുന്നത്. പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുമ്പോൾ യേശു ക്രിസ്തുവിനോടുള്ളതായ സ്നേഹത്തെ പ്രതി എല്ലാം സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്ന ഒരു അപ്പോസ്തല സമൂഹത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആദിമ ക്രൈസ്തവ സഭയുടെ പാരമ്പര്യങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ചരിത്രത്തെയും ആരാധനയെയും അതുപോലെ തന്നെ എല്ലാ അർത്ഥത്തിലും നിരീക്ഷിച്ചു വരുന്ന, അതിലൂടെ ജീവിച്ചു വരുന്ന ഒരു സമൂഹം, ഒരു വിശ്വാസി സമൂഹം എന്നുള്ള നിലയിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ സഹദേന്മാരുടെയും അപ്പോസ്തലന്മാരുടെയും ശുദ്ധിമതികളുടെയും പരിശുദ്ധന്മാരുടെയും ഒക്കെ പെരുന്നാളുകൾക്ക് വലിയ സ്ഥാനമുണ്ട്. അത് ചില്ലറ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലൂടെയും മാത്രം അനുവർത്തിക്കപ്പെടേണ്ടുന്ന ഒന്നല്ല. അത് ആത്യന്തികമായി നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുന്ന ഒന്നാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടുന്നത്. പരിശുദ്ധനായ എൽദോമാർ ബസേലിയോസ് ബാവ നടന്നു വന്ന വഴികൾ, അദ്ദേഹത്തിന്റെ വാർദ്ധക്യത്തിൽ അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നതായ ബലഹീനതകളും പീഡനങ്ങളും ശാരീരികമായ ബുദ്ധിമുട്ടുകളും അദ്ദേഹത്തിന് ദൈവത്തിന്റെ യേശുക്രിസ്തുവിലൂടെയുള്ള സ്നേഹത്തിൽ യാത്ര ചെയ്യുന്നതിനും തന്റെ മക്കളോട് ചേർന്ന് നിൽക്കുന്നതിനും പിതാക്കന്മാരിലൂടെ കൈമാറി തന്നിരിക്കുന്നതായ വിശ്വാസം എന്ന പൈതൃകത്തിന് വേണ്ടി എന്തെല്ലാം അറ്റം വരെ പോകേണ്ടി വന്നാലും അതെല്ലാം സഹിക്കുന്നതിനും ഏറ്റെടുക്കുന്നതിനുമുള്ളതായ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി കർത്താവിന് നല്ല സാക്ഷ്യമായി അനേകർക്ക് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്ന മാതൃകയായി പരിശുദ്ധനായ എൽദോമാർ ബസേലിയോസ് ബാവയ്ക്ക് സമൂഹത്തിന്റെ മധ്യത്തിൽ വിളങ്ങുവാൻ സാധിച്ചു എന്നുള്ളതാണ് സത്യം. ഇന്നും മതേതരത്വത്തിന്റെ ഒരു പുണ്യഭൂമിയായി കോതമംഗലം ചെറിയ പള്ളി അറിയപ്പെടുന്നു. നിങ്ങൾക്കൊക്കെ അറിയാം, നാട്ടിലെ നമ്മുടെ ദേവാലയങ്ങളെല്ലാം തന്നെ നിർമ്മിക്കുന്നതിനും പല ദേവാലയങ്ങൾക്കും സ്ഥലം തന്നിരിക്കുന്നതുമെല്ലാം അന്നത്തെ നാട്ടുരാജാക്കന്മാരാണ്. ഹൈന്ദവ സമുദായ അംഗങ്ങൾ, അന്നത്തെ നാട്ടുപ്രമാണിമാർ, നാട്ടുരാജാക്കന്മാർ ഇവരെല്ലാവരും തന്നെ ക്രൈസ്തവ സഭയ്ക്ക് തന്നുകൊണ്ടിരുന്നതായ ആ വലിയ സ്ഥാനവും മഹിമയും എത്രമാത്രം ശ്രേഷ്ഠമായിരുന്നു എന്നുള്ളത് കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ക്രൈസ്തവ സഭയ്ക്ക് വളരുവാനും പ്രോജ്വലിക്കുവാനും ഒക്കെ ഏറ്റവും കൂടുതൽ സഹായകരമായിരുന്നു എന്നുള്ളത് നാം തുറന്നു പറയേണ്ടിയിരിക്കുന്നു.